സമൂഹത്തിലും നമുക്കിടയിലും ഒക്കെ കാണുന്ന ചില ആൾക്കാർ, ഒരു നിലവാരവും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണിക്കാത്ത ചില ആൾക്കാർ. അപ്പോൾ അവരെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു സാധാരണ മനുഷ്യരിൽ നിന്നും ഈ നിലവാരം കുറഞ്ഞ ആൾക്കാർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനം ഈ ജീവിത നിലവാരം അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള നിലവാരം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും സന്ദർഭത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ്. എന്നാൽ പൊതുവേ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുമ്പോൾ മറ്റുള്ളവരെ നിന്ദിക്കാനും അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനും ബഹുമാനം കൊടുക്കാതെയും അച്ചടക്കമില്ലാതെയും അല്ലെങ്കിൽ അനാചാരപരമായ പെരുമാറ്റത്തിലുള്ള അല്ലെങ്കിൽ അനാചാരപരമായ രീതിയിലുള്ള പെരുമാറ്റം കാണിക്കുന്നവരുടെ ചില പൊതുവായ സ്വഭാവങ്ങൾ എന്താണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ പെരുമാറുക എന്നുള്ളതാണ്. മുതിർന്നവരോടും മറ്റു വ്യക്തികളോടും അല്ലെങ്കിൽ മാന്യമായ സമീപനം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരക്കാരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല, ഇവർ രണ്ടാമത്തെ കാര്യം പറയേണ്ടത് വളരെയധികം നാരോ മൈൻഡഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്വഭാവം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെയോ ഒന്നും യാതൊരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരായിരിക്കും. അവരുടെ ചിന്തകൾ പൊതുവെ ജാതി, മതം, ലിംഗവിവേചനം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള വളരെ വിവേചനപരമായ രീതിയിലായിരിക്കും. അപ്പോൾ ഇതുതന്നെയാണ് ഇവരുടെ ഏറ്റവും ഒരു മോശം സ്വഭാവം എന്ന് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നെക്സ്റ്റ് പറയേണ്ടത്, എന്ത് കാര്യം കേട്ടാലും അതിനെപ്പറ്റി അവർക്കൊരു ധാരണയുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അറിവുണ്ടോ ഇല്ലയോ ഇതൊന്നും നോക്കില്ല. ഉടൻ തന്നെ ഇവർ അവരുടെ അഭിപ്രായം എന്താണോ അതങ്ങ് പറയും. അപ്പോൾ സാധാരണ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് അതിനെപ്പറ്റി ഒരു നല്ല ധാരണയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയും അല്ലെങ്കിൽ സംസാരിക്കും. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മൗനമായിട്ടിരിക്കും. പക്ഷേ ഇത്തരക്കാരങ്ങനെയല്ല. അവർക്ക് അറിയാമോ അറിയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അവർ കേട്ട ഉടനെ അതിന് മറുപടി പറയാൻ നിൽക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പം അത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ അതൊന്നും അവർക്ക് അറിയേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇത്തരം സ്വഭാവത്തിലെ നിലവാരം കുറഞ്ഞ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു സ്വഭാവ രീതിയാണ് ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ഏൽക്കാറില്ല എന്നുള്ളത്. കാരണം ഏറ്റവും പ്രധാനമായിട്ടും അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ആരെങ്കിലും ചെയ്തോളും. ഇനി അഥവാ എങ്ങാനും ഏറ്റെടുക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ അത് പ്രോപ്പറായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവയ്ക്കും. അതിന് ഇവർക്ക് ഒരു മടിയും ഇല്ല. അതിനൊക്കെ കഴിവുള്ള കൂട്ടത്തിലായിരിക്കും ഇത്തരം ആൾക്കാരെന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി ഇവരുടെ ഒരു പൊതുവായ സ്വഭാവം, ഇവരൊരിക്കലും സത്യം പറയാൻ ശ്രമിക്കാത്തവരായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തൊരു സന്തോഷമുള്ള കാര്യം പറഞ്ഞാലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാലും അതിൽ തന്നെ ഏറ്റവും അധികം നെഗറ്റീവായിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്ന ഒരു കാര്യം. കാരണം മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊന്നും ഇവർക്ക് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും അത് നമ്മളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇനി ഇവരുടെ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവ രീതി പറയുകയാണെങ്കിൽ അതിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്ത സ്വഭാവമായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സമയനിഷ്ഠ കാണില്ല, പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യത കാണില്ല, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു വില കൊടുക്കാറില്ല അല്ലെങ്കിൽ അത് പാലിക്കാറില്ല. മാത്രമല്ല, സ്ഥിരമായി എങ്ങനെ മറ്റുള്ളവരോട് ചതി കാണിക്കാം അല്ലെങ്കിൽ വളരെ കപടമായിട്ട് പെരുമാറാം എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പറയേണ്ടത്, ഇവരുടെ ജീവിതത്തിലെ നൈതിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഏറ്റവും പ്രധാനം പണവും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ളവരെ ചതിക്കാനോ വിഷമിപ്പിക്കാനോ പറ്റിക്കാനോ ഒന്നും യാതൊരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ് അവരുടെ സെൽഫിഷ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് ഏതൊരു സാഹചര്യത്തിലായാലും അവരങ്ങനെ കാണിക്കുള്ളൂ എന്നുള്ളതാണ്.
ഇനി പറയേണ്ടത് ഇവർക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് യാതൊരു താല്പര്യവും കാണിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ സ്വഭാവത്തിൽ ഉള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് തിരുത്താനോ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റ രീതികളിലോ ഉപയോഗിക്കുന്ന ഭാഷയിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ മറ്റൊരാൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത കൂട്ടരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. മാത്രമല്ല എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനും അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി പറയേണ്ടത് ബേസിക് മാനേഴ്സ് പോലും പാലിക്കാത്തവരായിരിക്കും എന്നുള്ളതാണ്. കാരണം നല്ല ഭാഷയോ പെരുമാറ്റമോ ഒന്നും ഇത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നില്ല എന്നുള്ളതാണ്. കാരണം ആരെ പറ്റിയും വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വെറുപ്പോടെയായിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഒരു വ്യക്തികളെ പറ്റിയും ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു വാക്ക് കേൾക്കാം എന്നുള്ള പ്രതീക്ഷ വേണ്ട. അത് മനസ്സിലാക്കി വയ്ക്കുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ ആ സിറ്റുവേഷനിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായ ആൾക്കാരെ അവർക്ക് പേഴ്സണലി അറിയാമെങ്കിൽ പോലും ഒരിക്കലും ഇവർ സത്യം അറിയാമെങ്കിലും ആ ഒരു സത്യം എന്താണ് എന്നൊരിക്കലും ഇവർ പറയാറില്ല. മാത്രമല്ല ആൾക്കാർ തെറ്റായി ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതുപോലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ നമ്മുടെ ഓഫീസിലോ ഒക്കെ അവിടെ എല്ലാം കാണും. ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നമ്മളൊന്ന് പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പം നിലവാരം അല്ലെങ്കിൽ ഒരാളിൻ്റെ നിലവാരം എന്നത് അയാളുടെ സാമ്പത്തികത്തിൻ്റെ ബേസിലോ അല്ലെങ്കിൽ അയാളുടെ സാലറിയുടെ ബേസിലോ അയാളുടെ ജോലിയിലോ വസ്ത്രധാരണത്തിലോ വിദ്യാഭ്യാസത്തിലോ ഒന്നുമല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളിൻ്റെ പെരുമാറ്റത്തിൻ്റെ നിലവാരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല സംസ്കാരം, നല്ല പെരുമാറ്റം അല്ലെങ്കിൽ നല്ല സദാചാരത്തോടു കൂടിയുള്ള ജീവിതം, നല്ല രീതിയിൽ സംസാരിക്കുക, ഇവയൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഒരു മനുഷ്യനെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളിൻ്റെ നിലവാരം തിരിച്ചറിയാൻ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകളുമാണ്. അല്ലാതെ പുറമേ കാണിക്കുന്ന ഒരു ഷോ ഓഫ് അല്ല അല്ലെങ്കിൽ പുറമോടി അല്ല എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പുറമേ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അധികം സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ വളരെ നിലവാരമുള്ളവരാണ് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അല്ലാതെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുള്ള പുറമോടികൾ കണ്ടാണ് നമ്മൾ ഒരാളിൻ്റെ നിലവാരം അളക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് തെറ്റി എന്നുള്ളതാണ്. കാരണം എപ്പോഴും അവരുടെ ഒരാളിനെ അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ വളരെ നമുക്ക് ഇൻറ്റിമസിയോടെ സംസാരിക്കാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളോടൊപ്പം ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണ്ടി അവരെടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു വിശ്വാസം, നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, ഇതിലൊക്കെയാണ് നമുക്ക് ഒരാളിൻ്റെ ഒരു നിലവാരം അറിയാൻ പറ്റുന്നത്, അയാളുടെ സ്റ്റാൻഡേർഡ് അറിയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ആൾക്കാരോട് ഇടപെടേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക, അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഒന്ന് അറിയിക്കുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.